ബോസ് മലയാളം സീസൺ 6ന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. അപ്പോ ലൈവില് ഭയങ്കരമായ ഒരു വഴക്ക് ഇന്ന് രാത്രിയിൽ നടന്നു. ജാസ്മിനും ഗബ്രിയും അപ്സരയൊക്കെ ഒരു വശത്ത്, പ്രധാനമായിട്ടും ജാസ്മിനും ഗബ്രിയും ഒരു വശത്ത്, സിബിനും പിന്നെ പവർ ടീമിലെ ചിലരും മറുവശത്തുമാണ് ഈ ഒരു വഴക്ക് ഉണ്ടാവുന്നത്. അതായത് ബാത്റൂം ടീമിലാണല്ലോ ജാസ്മിൻ ഉള്ളത്. ജാസ്മിൻ അവിടെ ജോലിയൊന്നും ചെയ്യുന്നില്ല. ജോലി ചെയ്യുന്നില്ല എന്ന് പറയാൻ കാരണം രാവിലെ ജാസ്മിൻ ഒരു പരാതി കൊടുത്തു പവർ ടീമിന്. അപ്പൊ അതിനെതിരെ ഇന്ന് നടപടി എടുത്തിട്ടില്ല. നടപടി എടുത്താലേ താൻ ഈ ജോലി ചെയ്യുന്നതാണ് ജാസ്മിൻ പറയുന്നത്. അപ്പോ നാളെ രാവിലെ മാത്രമേ ഇനി അത് എടുക്കാൻ പറ്റൂ. ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നത് കാരണം ഭയങ്കരമായി ടയർഡാണെന്ന് പവർ ടീം പറയുന്നു. നാളത്തേക്ക് അത് മാറ്റിവെക്കുന്നു. പക്ഷെ ജാസ്മിൻ ഇന്ന് തന്നെ അതിനൊരു തീർപ്പുണ്ടാകണം. അത് ഇല്ലാത്തത് കൊണ്ട് താൻ പണിയെടുക്കില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത്. അപ്പൊ പവർ ടീം അംഗമായ സിബിൻ പറഞ്ഞു, ഓക്കെ, പണിയെടുക്കാതെ നീ ഒരു കാര്യം ചെയ്ത് തിന്നു കുടിച്ച് ജീവിച്ചോ, പണിയെടുക്കണ്ട, വെറുതെ തിന്നു കുടിച്ചിവിടെ കിടന്നോ എന്ന് സിബിൻ പറയുന്നു. ഞങ്ങളുടെ ഔദാര്യമാണത്, ഒരു പണിയെടുക്കാതെ നീ തിന്ന് കുടിച്ച് ജീവിച്ചോ എന്ന് സിബിൻ പറയുന്നുണ്ട്. എനിക്ക് ആ പറഞ്ഞതിനോട് വിയോജിപ്പുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഇൻസൾട്ടിംഗ് ആയിട്ട് സംസാരിക്കാൻ പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിപ്പോ ജാസ്മിൻ എന്നല്ല, അവിടെ എത്ര വലിയ തെറ്റ് ചെയ്യുന്നു എന്ന് ഇവര് കരുതുന്ന ആളാണെങ്കിലും സിബിൻ ആ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ ജാസ്മിനും ഗബ്രിയും പലപ്പോഴായിട്ട് അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാനും പറ്റില്ല. ഇവരാണ് അവിടെ ആദ്യമായിട്ട് ഗ്രൂപ്പായിട്ട് കളിച്ചു തുടങ്ങിയത്. ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ ഇവർക്കെതിരെ എല്ലാവരും നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ഇവര് തന്നെയായിരുന്നു. കാരണം ജാസ്മിന് ഒരു പ്രശ്നം വന്നാൽ ഗബ്രിക്ക് ഒരു പ്രശ്നം വന്നാൽ ജാസ്മിനും ചാടി ഇറങ്ങുന്നു. മറുഭാഗത്ത് ചിലപ്പോൾ ഒരാളായിരിക്കും ഉള്ളത്. രണ്ടുപേര് തമ്മിൽ ആർഗ്യുമെന്റ്സ് നടക്കുന്നതിനിടയിൽ ഒരാൾ കൂടെ കയറി വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രണ്ടു ഭാഗത്തും ന്യായവും അന്യായവും ഉണ്ട്. രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകളും പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏകപക്ഷീയമായിട്ട് ഒരു ഗ്രൂപ്പ് നല്ലതാണെന്നും ഇതിനകത്ത് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഇവിടെ തെറ്റുകൾ മാത്രമേ ഉള്ളൂ, ശരികളൊന്നും കാണുന്നില്ല. അതിൽ വലിയ തെറ്റിയത് ചെറിയ തെറ്റിയതെന്ന് മാത്രമാണ് ഓഡിയൻസ് ചിന്തിക്കേണ്ടത്. അത് നിങ്ങളുടെ യുക്തിക്ക് വിടുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.